നിസ്സാരമായിരിക്കുന്ന പ്രശ്നങ്ങളുടെ പേരിൽ പലരും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിട്ട് തമ്മിൽ തെറ്റുന്നത് സാധാരണയാണ്. പ്രത്യേകിച്ച് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ചെറിയ പ്രശ്നങ്ങളിൽ തുടങ്ങി അത് വലിയ പ്രശ്നത്തിലേക്കെത്തി രണ്ടുപേരും വിവാഹ മോചനത്തിലേക്ക് വരെ എത്തുന്ന സംഭവങ്ങൾ കണ്ടിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. അത്തരം ആളുകൾക്കിടയിൽ രമ്യതയിലാവാൻ, സ്വരച്ചേർച്ചയുണ്ടാവാൻ, സ്നേഹം വർദ്ധിക്കാൻ ഉപകരിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ഒരു ചെറിയ സൂറത്തിനെയാണ് പരിചയപ്പെടുത്തുന്നത്. ആ സൂറത്ത് എത്ര തവണയാണ് ഓതേണ്ടത്, എപ്പോഴാണ് ഓതേണ്ടത് എന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്കെല്ലാവർക്കും സന്തോഷവും സമാധാനവും ഐശ്വര്യവും നൽകുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. നമ്മുടെ കുടുംബങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ അറിവിലുള്ളവരിൽ പലരിലും കാണുന്ന ഒരു പ്രശ്നമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തെറ്റി പിന്നീട് തീരെ മിണ്ടാതെയായി, ഇപ്പോൾ പറ്റ അകന്ന് ഒരു ബന്ധവുമില്ലാതെയായിരിക്കുന്ന ആളുകളുണ്ടാകും. രണ്ടുപേരുടെയും മനസ്സിന്റെ ഉള്ളിൽ ഒരാഗ്രഹമുണ്ടാകും, അവൻ എന്നോടൊന്ന് അടുത്തിരുന്നെങ്കിലെന്ന്. പക്ഷെ പല കാരണങ്ങളാൽ അവർ തമ്മിൽ അടുക്കാതെ അകന്നു പോകുന്നു. അതുപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ വളരെ നിസാരമായിരിക്കുന്ന കാര്യത്തിന്റെ പേരിൽ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പിണങ്ങി പിന്നീടത് ഓരോ കാരണങ്ങൾ പറഞ്ഞ് അത് വലിയ ഒരു പ്രശ്നമാക്കി മാറ്റി വിവാഹ മോചനത്തിലേക്ക് വരെ എത്തുന്ന കാഴ്ച നാം കാണാറുണ്ട്. ഇത്തരത്തിൽ അവർക്ക് രണ്ടുപേർക്കും അടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, ഭാര്യയും ഭർത്താവും തമ്മിൽ അടുക്കണം, സ്നേഹത്തിലാവണമെന്ന് ആഗ്രഹിക്കുന്നവർ, തെറ്റിപ്പോയ സുഹൃത്തുക്കൾ തമ്മിൽ അടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഈ ഒരു സൂറത്തിനെ പ്രത്യേകമായി ഓതണം. 17 തവണയാണ് ഈ സൂറത്തിനെ ഓതേണ്ടത്. വളരെ ചെറിയ സൂറത്താണ്. സൂറത്തുൽ ഇൻഷിറാഅ്, അലം നശ്റഹ് ലക സ്വദറക എന്ന് പറയുന്ന സൂറത്തുൽ ഇൻഷിറാഅ് നമുക്കൊക്കെ കാണാതെ അറിയുന്ന സൂറത്താണ് സൂറത്തുൽ ശറഹ്. ആ സൂറത്തിനെയാണ് നാം ഓതേണ്ടത്. 17 തവണ ഓതണം ഇൻഷാ അല്ലാഹ്. എപ്പോഴാണ് ഓതേണ്ടത്? ഏതെങ്കിലും ഒരു ഫർള് നിസ്കാര ശേഷമാണ് നാം ഓതേണ്ടത്. ഫർള് നിസ്കാരം നമ്മുടെ ജീവിതത്തിൽ നാം ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. ഫർള് നിസ്കാരം നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെടുന്നുണ്ടോ, അറിയാതെ നാം നഷ്ടപ്പെടുത്തുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അത് കാരണമായി ബറക്കത്ത് അല്ലാഹു തആല എടുത്തു കളയും. അല്ലാഹു തആല നമ്മെ കാക്കുമാറാകട്ടെ. അപ്പോൾ ഫർള് നിസ്കാരം നാം കൃത്യമായി എടുക്കാൻ വേണ്ടി ശ്രമിക്കണം. എന്തെങ്കിലും കാരണത്താൽ നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയാൽ അതിനെ ഉടനെ ഖളാ വീട്ടാൻ വേണ്ടി ഞാനും നിങ്ങളും ശ്രമിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഫർള് നിസ്കാരം, ഏതെങ്കിലും ഒരു ഫർള് നിസ്കാര ശേഷം മഗ്‌രിബിന്റെ സമയമാവലാണ് ഏറ്റവും നല്ലത്. ആ നിസ്കാരം കഴിഞ്ഞ് അവിടെ ഇരുന്നു കൊണ്ട് അലം നശ്റഹ് ലക സ്വദറക എന്നുള്ള സൂറത്ത് ഓതണം. 17 തവണയാണ് ഓതേണ്ടത്. അപ്പോൾ ആദ്യത്തെ ഒരു തവണ ഓതിയിട്ട് ആരുടെ ഇടയിലാണോ നമുക്ക് രമ്യതയിലാവേണ്ടത്, ആരോടാണോ നമുക്ക് സ്നേഹം വർദ്ധിക്കേണ്ടത്, അവരുടെ ആ പേര് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. അങ്ങനെ കരുതിയിട്ട് ആദ്യത്തെ ഒരു തവണ ഓതിയിട്ട് മനസ്സിൽ കരുതുക, പടച്ച റബ്ബേ, എൻ്റെ ഭർത്താവിനെ എന്നിലേക്ക് അടുപ്പിക്കണേ, എൻ്റെ ആങ്ങളയെ എന്നിലേക്ക് അടുപ്പിക്കണേ, എൻ്റെ സഹോദരനെ, എൻ്റെ സഹോദരിയെ, എൻ്റെ ഉപ്പയെ, എൻ്റെ ഉമ്മയെ, ആര് തമ്മിലാണോ പ്രശ്നങ്ങൾ ഉള്ളത് അവരെ മനസ്സിൽ കരുതിയിട്ട് പടച്ച റബ്ബേ എന്നെ അവരിലേക്ക് അടുപ്പിക്കണേ, അവരെന്നിലേക്ക് അടുപ്പിക്കണേ എന്ന് മനസ്സിൽ ആത്മാർത്ഥമായി കരുതിയിട്ട് 17 തവണ ഈ സൂറത്ത് നിങ്ങൾ ഓതി നോക്കൂ. ഇൻഷാ അല്ലാഹ് വളരെ വൈകാതെ കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഇതിന് പരിഹാരം ലഭിക്കും. ആ പ്രശ്നങ്ങൾ മാറി അവർ നിങ്ങളിലേക്ക് അടുക്കും, നിങ്ങൾ അവരിലേക്കും അടുക്കും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇങ്ങനെ പ്രയാസത്തിലുള്ള, വിഷമം അനുഭവിക്കുന്ന എല്ലാവരിലേക്കും ഈ അറിവിനെ നിങ്ങൾ ഷെയർ ചെയ്തു കൊടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തി മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.